ഈ സർക്യൂട്ടിലെ കറന്റിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് RMS വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് RMS കറന്റ് 1 ആംപിയർ എന്നാണ് കിട്ടുന്നത്. RMS കറന്റ് ഉപയോഗിച്ച് റെസിസ്റ്റർ കൺസ്യൂം ചെയ്യുന്ന ആവറേജ് പവർ ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഈ കേസിൽ അത് 100 വാട്ടിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ 100 ഓം ഇമ്പിഡൻസ് ഉള്ള LCR സർക്യൂട്ടാണ് തന്നിട്ടുള്ളത്. ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സെയിം വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആണ്. ഇവിടുത്തെ RMS കറന്റ് VRMS ഡിവൈഡഡ് ബൈ Z ഈക്വൽ ആയതിനാൽ അതിന്റെ വാല്യൂ നമുക്ക് 1 ആംപിയർ എന്ന് കിട്ടുന്നു. എന്നാൽ നേരത്തേതിന് സമാനമായി ഇവിടെ ഈ രീതിയിൽ നമ്മൾ ആവറേജ് പവർ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് കിട്ടുന്നത് കറക്റ്റ് ആൻസർ ആയിരിക്കില്ല. ഫസ്റ്റ് കേസിന് സമാനമായി ഇവിടെ റെസിസ്റ്റർ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻഡക്ടറും കപ്പാസിറ്ററും പവർ കൺസ്യൂം ചെയ്യുന്നില്ല. ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടുമ്പോൾ പവർ കൺസ്യൂം ചെയ്യുകയും എനർജി അതിന്റെ ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ പവറിനെ സോഴ്സിലേക്ക് തന്നെ തിരിച്ചു നൽകുന്നു. അതിനാൽ ഇവിടുത്തെ ആവറേജ് പവർ കൺസംഷൻ 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഡക്ടറും ആവറേജ് കൺസ്യൂം ചെയ്യുന്ന പവർ 0 ആയിരിക്കും. അതായത് ഇവിടെയുള്ള മുഴുവൻ ഇമ്പിഡൻസും പവർ കൺസ്യൂം ചെയ്യുന്നില്ല. റെസിസ്റ്റീവ് പാർട്ട് മാത്രമേ പവർ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അതിനാൽ ഇവിടെ ആവറേജ് പവർ കാണാനുള്ള എക്സ്പ്രഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. റെസിസ്റ്റൻസിന്റെ വാല്യൂ 100 ഓമിനേക്കാളും കുറവായതിനാൽ ഇവിടെ പവർ കൺസംഷൻ കുറവായിരിക്കും. ഇങ്ങനെയാണ് ഒരു LCR സീരീസ് സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രം വരുന്നത്. ഇവിടെ I0 റെപ്രസെന്റ് ചെയ്യുന്നത് കറന്റിനെയാണ്. റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അതായത് IR എന്ന് പറയുന്നത് കറന്റിന്റെ അതേ ഫേസിലായിരിക്കും. എന്നാൽ ഇൻഡക്ടേഴ്സിനും കപ്പാസിറ്റേഴ്സിനും അക്രോസ് ഉള്ള വോൾട്ടേജും കറന്റും 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് ഉള്ളത്. ഇവിടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് വലുത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും ഫേസർ ഡയഗ്രം വരുന്നത്. ഈ വോൾട്ടേജുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ടോട്ടൽ വോൾട്ടേജ് I0 ടൈംസ് Z ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ cos ഫൈ കാണുമ്പോൾ നമുക്ക് R ഡിവൈഡഡ് ബൈ Z എന്ന് കിട്ടുന്നു. R എന്ന് പറയുന്നത് Z ടൈംസ് cos ഫൈക്ക് ഈക്വൽ ആയതിനാൽ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പവറിന്റെ എക്സ്പ്രഷൻ ടോട്ടൽ ഒപ്പോസിഷന്റെ ടേമിൽ അതായത് ഇമ്പിഡൻസിന്റെ ടേമിൽ ലഭിക്കുന്നു. ഇവിടെ ഈ cos ഫൈയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഇമ്പിഡൻസ് Rന് ഈക്വൽ ആയതിനാൽ cos ഫൈ R ഡിവൈഡഡ് ബൈ R എന്നായിരിക്കും വരുന്നത്. അങ്ങനെ ഇവിടെ പവർ ഫാക്ടർ 1 ആണ് എന്ന് കിട്ടുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറന്റും വോൾട്ടേജും സെയിം ഫേസിലായതിനാൽ ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. അതായത് ഫൈ 0 ആയിരിക്കും. അതിനാൽ പവർ ഫാക്ടർ 1 എന്നായിരിക്കും വരുന്നത്. പവർ ഫാക്ടർ 1 ആയതിനാൽ ഇവിടുത്തെ പവർ കൺസംഷൻ മാക്സിമം ആയിരിക്കും. ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും മാത്രമുള്ള സർക്യൂട്ട്സ് ആണെങ്കിൽ റെസിസ്റ്റൻസ് 0 ആയതിനാൽ പവർ ഫാക്ടർ 0 ആയിരിക്കും. ഇത് കാരണത്താൽ ഇവിടെ പവർ കൺസംഷൻ 0 ആയിരിക്കും. ഇവിടെ സർക്യൂട്ടിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ പവർ കൺസംഷൻ 0 ആയതിനാൽ ഇതിനെ വാട്ട്ലെസ് കറന്റ് എന്ന് വിളിക്കുന്നു.